ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് ആണ്. ഈ ഒരു സമയം അവരുടെ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നിങ്ങളോട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, 6 of Cups, Page of Wands, Wheel, 7 of Cups, 9 of Swords, 2 of Cups, 5 of Pentacles, 6 of Swords, Ace of Pentacles, Knight of Pentacles, 7 of Pentacles, 8 of Swords, Knight of Cups. നമുക്കൊരു കാർഡും കൂടി എടുക്കാം. ഓക്കെ, Queen of Wands. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നമുക്ക് മെയിൻലി കയറി നിൽക്കുന്നത്. അതായത് കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ഈ വ്യക്തിക്ക് വന്നു പോകുന്നുണ്ടാവും. ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ് ഫീലിംഗ്. മാത്രമല്ല, നിങ്ങളെ മിസ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ട് സങ്കടം അല്ലെങ്കിൽ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നഷ്ടബോധം വരുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സോ മേ ബി നമ്മളിവിടെ സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. സാധാരണ നമ്മൾ നോർമലി സിറ്റുവേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയൊക്കെ എടുക്കാറുണ്ട് മിക്കപ്പോഴും. അപ്പോൾ ഇവിടെ നമ്മൾ വളരെയധികം ഓപ്പൺ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജി ആയിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. കാരണം ഇവർ അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഉള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയധികം അവർക്കൊരു നഷ്ടബോധമോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമം, ആ ഒരു എനിക്കിത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയുന്നുണ്ട്. സോ സാഹചര്യം കൊണ്ട് മാറി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലിയുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലിയുടെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ കാരണം മാറി നിൽക്കേണ്ടി വന്ന വ്യക്തികളായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും സ്വമനസ്സാലെ മാറി നിൽക്കുന്ന പേഴ്സൺസ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. മറ്റുള്ള പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് സെപ്പറേഷൻ ഫേസിൽ വന്നവരായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഈ ഒരു 6 ഓഫ് കപ്സ് എനർജിയാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള നല്ല മെമ്മറീസ് ആയിരിക്കും. ഇതെല്ലാം ഈ വ്യക്തിയുടെ മനസ്സിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ദീർഘനാളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഉണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ചിലർക്ക് ചൈൽഡ്ഹുഡ് മുതലേ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ കൂടെ പഠിച്ചിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അത്രയും ആ ഒരു ആത്മബന്ധമുള്ള ഒരു പേഴ്സണെ പിരിഞ്ഞ് മാറി നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ പലപ്പോഴും നോക്കുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു വളരെ എക്സൈറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ള എനർജീസും നമുക്കിവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ കറൻറ്റ്ലി ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇത്തരത്തിലുള്ള എനർജീസ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ലൈഫിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലോൺലിനെസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് വ്യക്തികൾ അവരുടെ കൂടെ ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള പേഴ്സൺ ആയിരിക്കാം. ഫാമിലി ചുറ്റുമുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു അഭാവം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ ഒരു ഒറ്റപ്പെടുത്തലിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് ആരും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം.
അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഇമോഷണലി ഒക്കെ നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വളരെ ഒരു ഊർജ്ജം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പാഷനേറ്റ് എനർജി, ആ ഒരു ഫയർ എനർജിയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഇവരുടെ നമ്മളുടെ ചില കാൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വളരെയധികം കോൺഫിഡൻറ്റോടുകൂടി അതിനെല്ലാം ഞാൻ അതിജീവിക്കും. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പേഴ്സൺ വേണം എന്നുള്ള ഒരു സ്ട്രോങ് എനർജി നമുക്ക് കാണാം. എന്നാൽ ചില സമയത്ത് നമ്മളിവിടെ നോക്കുമ്പോൾ വളരെയധികം നിരാശമായിട്ടിരിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പം എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള ആ ഒരു എനർജിയിൽ ഒരുപാട് വിഷമിക്കുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ വന്നതിന് ശേഷം എന്തെങ്കിലും ലക്ക് ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ ഒരു ലക്കായിരുന്നിരിക്കാം നിങ്ങളെന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമ്മളുടെ ആ ഒരു ലൈഫിനൊരു ഭയങ്കര വലിയൊരു ചേഞ്ച് സംഭവിക്കാറുണ്ട്. അതുപോലെ കയറി വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു ഭാഗ്യമായിരുന്നു നിങ്ങൾ എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി നമുക്കിവിടെ കാണാം. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ആ ഒരു എനർജി ഡൗൺ ആയി പോകുന്നുണ്ട്. അതായത് ഒരു മിക്സിംഗ് അപ്പ് ഓഫ് ഫീലിങ്സ് ഉണ്ട്. അവർക്ക് സങ്കടമുണ്ട് അല്ലെങ്കിൽ മിസ്സിംഗ് ഫീലിംഗ് ഉണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ഓർമ്മയുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എങ്ങനെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ ക്രോസ് ചെയ്തെത്താം എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പകപ്പ് ഈ ഒരു പേഴ്സൺ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഉണ്ടാവാം, ഫിയറിങ് എനർജി നമുക്കിവിടെ കാണാം. ഒരുപാട് ചോയ്സസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് അവൈലബിലിറ്റി ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യൽ ആണ് എന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് അവരുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് മറ്റാർക്കും അവരുടെ ലൈഫിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എത്രയൊക്കെ വ്യക്തികൾ അവരുടെ ഒപ്പം ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആഹ് എന്തെല്ലാം ചോയ്സസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാലും അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രഷ്യസ് ആയിരുന്ന ഒരു കാര്യം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു മാനസിക വേദന, ബുദ്ധിമുട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നഷ്ടബോധം ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾസ് എന്നൊക്കെ പറയുന്ന പോലെ അത്രയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. മനസ്സിൽ അത്രയും വേദന അനുഭവിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാം. പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അതിനെ കൂടി തുടർന്നായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ ഫേസിലും കാര്യങ്ങളിലൊക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചായിട്ട് എടുക്കുന്ന വീഡിയോസിലെല്ലാം ഈ സെപ്പറേഷൻ ഫേസ് വളരെ കയറി നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും പാർട്ട്ണർ അടുത്തുള്ള വ്യക്തികളെന്ന് പറയുന്നത് വളരെ കുറച്ച് പേരായിരിക്കും ഉണ്ടാവുന്നത്. കൂടുതൽ വ്യക്തികൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് നാളുകളായിട്ട് അകന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്, മാസങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ചിലരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷമായിട്ടൊക്കെ അകന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന വ്യക്തികളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ റീഡിങ്ങിന് വരാറുണ്ട്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ടൊക്കെ ചിലപ്പോൾ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രശ്നം? അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് ഇനി ഒരു റീയൂണിയൻ സാധ്യമാണോ? അല്ലെങ്കിൽ അത് എൻഡ് ആയോ എന്നൊക്കെ നിങ്ങൾ പേഴ്സണലി ചെക്ക് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഓരോരുത്തരുടെയും റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് വ്യത്യസ്തമാണ്. മാത്രമല്ല ഓരോ വ്യക്തികളുടെ എനർജി, നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ടൈം എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ പല കാര്യങ്ങൾക്കും ഒരു സിമിലാരിറ്റി വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളുടെ റിലേഷൻഷിപ്പിനകത്തും വളരെയധികം പ്രാധാന്യം അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഒരു റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. വെയിറ്റ് ചെയ്തിരുന്നിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാലും ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്ന റിലേഷൻഷിപ്സ് ഉണ്ട്. ചിലത് അങ്ങനെയല്ല. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമ്മളത് അവസാനിപ്പിക്കേണ്ടതായിരിക്കും. അത് നമ്മൾക്ക് യൂണിവേഴ്സ് നമ്മളോട് പറയാതെ പറഞ്ഞു തരുന്നുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സൂചന തന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ എന്താണ് നമ്മളുടെ റിലേഷൻഷിപ്പിനകത്തുള്ള പ്രശ്നം? നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാവോ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് എൻഡപ്പ് ചെയ്യേണ്ടതാണോ? കർമാസ് ക്ലിയർ ചെയ്യാനുള്ളത് കൊണ്ടാണോ? എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ച് ഈ ഒരുപാട് വർഷങ്ങളായിട്ടൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരോടാണ് അത് പറയുന്നത്. അപ്പോൾ നമ്മളിനി ഇവിടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റക്നെസ് ഉണ്ട്. അതായത് എന്തോ ഒരു കാര്യത്തിൽ പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ
അത് അവരുടെ ഒരു ഫിസിക്കലി ഉള്ള സ്റ്റക്നെസ് മാത്രം ആവണമെന്നില്ല. ചിലരുടെ ഒരു മെന്റൽ ബ്ലോക്കേജും ആവാറുണ്ട്. അതായത് ചിലപ്പോൾ ആക്ഷൻ എടുക്കുവാനുള്ള ഒരു പേടി, അല്ലെന്നുണ്ടെങ്കിൽ ഇനി എടുത്തു കഴിഞ്ഞാൽ എന്നെ ഈ ഒരു തരത്തിൽ ബാധിക്കുമോ എന്നുള്ളൊക്കെ ഉള്ള ഒരു ആശങ്ക കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കാണാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിനകത്ത് അവർ പെട്ടിരിക്കുന്ന പോലെയാണ് ആ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനകത്ത് അവർ ട്രാപ്ഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്തേക്ക് വന്നെങ്കിലാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ അവർ ചില സമയത്ത് വളരെ കോൺഫിഡൻസോട് കൂടി ഞാൻ ഈ ഒരു സാഹചര്യം ബ്രേക്ക് ചെയ്യും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ചില സമയം ഇതെന്നെ കൊണ്ട് കഴിയുമോ? അല്ലാന്നുണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു വിശ്വാസക്കുറവും കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഇമോഷൻസും കൂടി വരുമ്പോഴാണ് നമ്മളിവിടെ നോക്കുമ്പോൾ ചില എനർജീസിലൊക്കെ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലത്തെ ഒരു എനർജീസ് നമുക്ക് കയറി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് മാനസികമായിട്ട് നിങ്ങളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷെ ചില സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് എങ്ങനെ ഇതിനകത്തേക്ക് വരും എന്നുള്ളൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഇവർക്കൊരു ആശങ്ക ഉണ്ടാകുന്നുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആകെ മൊത്തം ഒരു പകപ്പ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം നിങ്ങളുമായിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് പോവാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരെവിടെയാണോ പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ അവർ സ്റ്റക്കാക്കി വെച്ചിരിക്കുന്നത്, അതിൽ നിന്നെല്ലാം പുറത്തേക്ക് കടക്കാൻ ഒരു മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ നിന്നെല്ലാം പുറത്തേക്ക് പോവാനായിട്ട് നിങ്ങളെയും കൊണ്ട് പോവാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം ജസ്റ്റ് വന്ന് പോവാനല്ല ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഫ്യൂച്ചർ വേണം എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്നത്. നമുക്ക് അവിടെ അവര് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു തീവ്രത നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു സർപ്രൈസ് ആക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് കടന്ന് വരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ഓഫർ തന്ന് വരണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. ഒരുപക്ഷെ അവർക്ക് ചിലപ്പോൾ അതൊന്നും തരാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ഫേസിന്റെ കാര്യം എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരുപാട് വേദനിപ്പിച്ചിട്ട് ചിലപ്പോൾ മാറിപ്പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഒരു മനസ്സ് അവർക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് അവരുടെ ലൈഫിൽ ഒരു ഗുഡ് ലക്ക് കൊണ്ടുവന്ന പേഴ്സൺ ആണെന്നുള്ളതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരണം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ അവർ വിഷമിക്കുന്നത് പോലെ തന്നെ നിങ്ങളും വിഷമിക്കുന്നുണ്ട് എന്നത് നല്ലതുപോലെ ഈ ഒരു വ്യക്തിക്ക് അറിയാം. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ക്യൂൻ ഓഫ് വാൺസ് എനർജിയാണത്. സോ വളരെയധികം സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻസോട് കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് കാഴ്ചപ്പാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സൺ പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇതുമായിട്ട് തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് പോവാത്തത് അതുകൊണ്ടാണെന്നുള്ളത് നമുക്കിവിടെ നല്ലതുപോലെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളോട് പ്രത്യേകിച്ച് സിറ്റുവേഷൻ ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്ന് അത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടം വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും സൺ എനർജിയൊക്കെ തന്നെയാണ്. നൈറ്റ് ഓഫ് സോഡ്സ് ലവേഴ്സ് ഒക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ഫീലിങ്സ് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ പല സോഡിയക് സയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അക്വേറിയസ്, ടോറസ്, ലിയോ ആൻഡ് സ്കോർപ്പിയോ എനർജീസ് തന്നെയാണ്. അതുപോലെ കണക്റ്റിംഗ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ 10 ആണ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ 6 അതുപോലെ തന്നെ 2 ആൻഡ് 8 പറയാം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൈനലി ഈ ഒരു പേഴ്സൻ്റെ ഒരു എക്സാക്റ്റ് എനർജി എങ്ങനെയാണ് എന്നുള്ളത് കൂടിയെടുത്ത് നോക്കാം. ഓക്കെ, പാഷൻ ഇഗ്നൈറ്റഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ വല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവരുടെ ഒരു സോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആയിക്കോട്ടെ തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. നിങ്ങൾ എത്ര ദൂരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു എനർജി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ഫീലിങ്സ് ഈ ഒരു പേഴ്സൺ ഉണ്ട്. നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്നതിൽ ഒരുപാട് വിഷമിക്കുന്ന ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷന് വേണ്ടിയിട്ടാണ് നിങ്ങളും കാത്തിരിക്കുന്നതെങ്കിൽ
അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിംഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.